സുജയുടെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? സുജയുടെ ആദ്യത്തെ വൈഫ് അവര് മരിച്ചു. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രേണുസുതിയായിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ, പുതിയ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ സത്യം പറയല്ലോ, രേണുസുതിയോട് നമുക്കൊരു പ്രത്യേക ബഹുമാനം, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബഹുമാനം. എനിക്ക് തുടക്കം വരെ രേണുസുതിയുടെ അടുത്ത് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിലേക്ക് വരും. ഇപ്പം എന്താ വെച്ചാൽ ആ ബഹുമാനം കൂടിപ്പോയി. ഇപ്പോൾ ആ ഹോട്ട് സീറ്റിൽ രേണുസുതി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോയായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലും കൂടി കണ്ടപ്പോഴേ അത് ഭയങ്കരമായിട്ട് നമ്മൾ ബാധിക്കും. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് പറയണത്. ചിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. വേറെ ഹസ്ബൻഡ് ഉണ്ട്, വേറെ ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകണം? തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല. നോക്കിയപ്പോഴാണ് സൂചിച്ചാന്റെ DP കണ്ടിട്ട് ഇത് ആരാ, മോനാന്ന് പറഞ്ഞു. കൊച്ച 6ാം ക്ലാസ്സിൽ പഠിക്കാൻ കിച്ചു. മക്കളെ മോന്റെ അമ്മ മോനെ ഇട്ടിട്ട് ഞങ്ങളെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ച് പോയതാ, അമ്മയില്ലാതെ. എനിക്ക് ഭയങ്കര വിഷമം. കണ്ടു കൽപ്പിച്ച ഒരു വാക്കേ ഞാൻ പറഞ്ഞു, എന്റെ മരണം വരെ ഞാൻ നിങ്ങളെ രണ്ടുപേരും നോക്കും. പക്ഷെ ആ ഒരു വാക്ക് മാത്രം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. ഇവിടെ രേണുസുതി പറയുന്നത്, സുധിയുടെ ഫസ്റ്റ് വൈഫ് അവർ ആത്മഹത്യ ചെയ്താണ്. അതായത് ചെക്കന് 16 വയസ്സെന്തുള്ള സമയത്ത്, അതായത് സുധിയുടെ മകന് 16 വയസ്സെന്തുള്ള സമയത്ത് അവർ ഡാൻസറായിരുന്നു ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. അവർ വേറൊരുത്തൻ്റെ കൂടെ പോയി. എന്നിട്ട് പിന്നീട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ അവർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രേണുസുധീനെയാണ് ലീഗലി മാരേജ് ചെയ്തിട്ടുള്ളത്. ആര്? സുധി, കൊല്ലം സുധി. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് ലീഗലി കല്യാണം കഴിച്ചതല്ല, അമ്പലത്തിൽ നിന്ന് ഇവിടുന്ന് കല്യാണം കഴിച്ചായിരിക്കും. രേണുസുധി ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയും. എനിക്കിതിൽ വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, അപ്പം തന്നെ മറുപടി പറയുകയും അതേപോലെ തന്നെ വളരെ ജെനുവിനായിട്ട് മറുപടി പറയുന്ന ഒരു ഫീൽ എനിക്ക് ഇതുണ്ടായപ്പോൾ തോന്നി. അതോ എനിക്കങ്ങനെ തോന്നിയതാണോ അറിയില്ല. എന്തായാലും വളരെ ആത്മാർത്ഥമായ രീതിയിൽ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കഷ്ടപ്പെട്ട് അവനവൻ്റെ പാഷനിലൂടെ കാശുണ്ടാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു മുപ്പത്തിയേര്. അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവരോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ രേണുസുധിയുടെ തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ, നമ്മുടെ മല്ലു റാപ്പറൊക്കെ മല്ലു റാപ്പറിനെ കുറ്റം പറയില്ല, മല്ലു റാപ്പറിനെ പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ചാർത്തി കൊടുത്തുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. ട്രോള് എന്ന് പറയുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത രീതിയിൽ ഇവളെന്ത് പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ മറക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ മറക്കുന്ന പോലെ എന്നല്ല, എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ അവർ തിരിച്ചു വന്നിട്ടെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മക്കളെ വിട്ടുകൊടുക്കുമെന്നൊക്കെ, മക്കളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ പറഞ്ഞു, എൻ്റെ മക്കളല്ലേ ഞാൻ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത്ര കാലമില്ലാത്ത ആളുകൾ ഇനി കയറി വന്നിട്ട് എന്ത് ചെയ്യാനാ, ഞാൻ വിട്ടുകൊടുക്കില്ല, എൻ്റെ മക്കളല്ലേ. ഇനിയിപ്പോൾ മകനെ അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നത്, സമ്മതിക്കും തോന്നില്ല എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഓള് മരിച്ച മരണവാർത്ത അറിഞ്ഞ സമയത്ത് മകനോട്, മോനെ എന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി തരാം മരണ വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു, അതായത് അമ്മ എന്ന് പറയുമ്പോൾ അവർ ശരിക്കും പ്രസവിച്ച അമ്മ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ തട്ട് മുകളിലാണ് രേണുസുധി അവിടെ ഉള്ളത്. അപ്പോൾ അത് രേണുസുധി ആ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ആയിരിക്കും, അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും. പ്രസവിച്ച അമ്മയേക്കാൾ കൂടുതൽ ഒരു പോറ്റമ്മയോട് മക്കൾക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത്രയും സ്നേഹം കരുതൽ അവിടെ ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അത് രേണുസുധിയുടെ ഒരു മനുഷ്യത്വപരമായ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇടപെടൽ, ആ സഹാനുഭൂതി, ആ ഒരു ഒക്കെയാണ്. അപ്പോൾ അതിന് ഹാറ്റ്സ് ഓഫ്. അപ്പോൾ ഇവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല? ലീഗലി കല്യാണം കഴിച്ചാൽ അത് ഡിവോഴ്സ് ആതെ തന്നെ എങ്ങനെ ലീഗലി കല്യാണം കഴിക്കും? ഒരു കല്യാണം നടന്നാൽ അത് ലീഗലി ആണെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരു പെണ്ണിനെ ലീഗലി കല്യാണം കഴിക്കും. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ മാത്രമാണ്. എനിക്ക് പുള്ളി ഇഷ്ടമാണല്ലോ, ആളുടെ മുഖം എനിക്ക് പുള്ളി TV കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ആളുടെ മേക്കപ്പ് ഇല്ലാത്ത മുഖം, എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണുമുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു മേക്കപ്പ്, കാരണം അടുത്തറിഞ്ഞ ആളല്ലേ ഞാൻ. 5 വർഷം 6 വർഷം കൂടി അടുത്തറിഞ്ഞ ആളല്ലേ ഞാൻ. എനിക്ക് ഞാൻ നോക്കിയിരിക്കും പുള്ളിയെ ചില സമയം.
ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് ആളിങ്ങനെ. ആളിങ്ങനെ ഷൂട്ടില്ലാത്തപ്പോ വന്ന് കിടക്കുമ്പോ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ കുറെ നേരം നോക്കിയിരിക്കും. പുള്ളി കണ്ടു നോക്കി പിന്നെ ഒന്നുമില്ല ചേട്ടൻ ചുമ്മാ നോക്കിയിരുന്നു. അത്രയ്ക്കും എനിക്ക് ഇഷ്ടമാണ് ആളുടെ ആ മുഖം, ഫേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നാലും അവനെ ഓർക്കുന്നുണ്ടോന്നറിയില്ല. അന്ന് 12-13 വയസ്സല്ലേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ അലമാരി, അവന്റെ നിർബന്ധത്തിലാണ് അലമാരി മേടിച്ചത്. അലമാരിയിൽ പഴയ ആളുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സാധനങ്ങൾ ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ബൈബിളോ അതെന്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കളിപ്പാട്ടാണ് കിച്ചന് കൊടുത്തതൊക്കെ. അതൊക്കെ അവൻ കളയുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ തന്നെ അവൻ മാറ്റി വെച്ചതാണ്. ഈ കിച്ചുവിന് ഇത്ര ഒരു ദേഷ്യം വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇനി വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരെ വിട്ടിട്ട് പോയത്? അതുകൊണ്ടാണോ? വേറൊരാളുമായിട്ട് പോവായിരുന്നു. ഓ അങ്ങനെയായിരുന്നു. ഓ ഓക്കെ. കിച്ചുവിന് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? അവന് 3-3.5 വയസ്സ് ഓർമ്മയുണ്ടോ? പിന്നീട് പറഞ്ഞു. അവര് അച്ഛനും മോനും ആയിരുന്നു എന്നോട് കഥകളൊക്കെ പറയും. അതെ, ചില കാര്യങ്ങൾ. സൂചിയേട്ടനോടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം കിച്ചു എപ്പോഴെങ്കിലും പഴയ അമ്മയെ പറ്റി തിരക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവര് സംസാരിക്കാറില്ല, സംസാരിച്ചിട്ടേ ഇല്ല. ഇതൊന്നും മരിച്ച അന്ന് പോലും അവൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. എടാ ഞാൻ ചോദിച്ചു കിച്ചു മോനെ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അവൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ട് മോനെ ഇന്നൊക്കെ പോണെങ്കിൽ പോവാ കേട്ടോ, ഞാൻ വരാം കൊണ്ടുപോകാം. അമ്മ മരിച്ചില്ലല്ലോ, അമ്മ ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾ ഇറങ്ങിപ്പോക്കെ ഞാൻ ബാക്കി ഗെയിം കളിക്കട്ടെ. അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് അമ്മ അമ്മ വെളിയിൽ പോക്കെ ഞാൻ ഗെയിം കളിക്കും. എന്തായിരുന്നു പുള്ളിക്കാരിക്ക് എന്ത് പറ്റിയതായിരുന്നു? സൂയിസൈഡ് ഒന്നും എനിക്ക് തോന്നില്ല. അവന്റെ അനിയൻ ഇവിടെ അല്ലേ, മൃദുലല്ലേ, അവന്റെ അമ്മ ഞാനല്ലേ. ഇതിൽ എനിക്കിത് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കൊല്ലം സുധീനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും, അതായത് വേറെ ആളെ സ്നേഹിച്ചിട്ട് പോയതാണ്. പക്ഷേ മക്കളെ കാണാൻ വേണ്ടിയിട്ട് എന്താ ഒരു പേര് എന്താണ്, ശ്യാമേ എന്തോ പേര് പറഞ്ഞു, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആദ്യത്തെ ഭാര്യ, അപ്പോൾ അവർ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു, ഇടയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ കൊല്ലം സുധി തൊട്ടപ്പുറത്ത് വലിയ സിനിമ കഥ പോലെ ഇങ്ങനെ മാറി ഇങ്ങനെ നിന്നായിരുന്നു. ഇത് കണ്ട് അതൊന്നും ഇടപെടാണ്ട് ഇങ്ങനെ നിന്നിരുന്നു, ഇത് കണ്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സീനൊന്ന് ആലോചിച്ചു കേട്ടോ. സ്വന്തം ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ചാടിപ്പോയിട്ട്, അങ്ങനെ തന്നെ വെക്കുക, ചാടിപ്പോയിട്ട് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഭർത്താവ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ചില്ലേ. അപ്പോൾ അത് സുചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും, അതായത് ഈ ഒരു വൈഫിന്റെ മരണശേഷം എപ്പോഴെങ്കിലും അവരെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിച്ചില്ല? മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനും ഒട്ടും സംസാരിച്ചിട്ടില്ല. ആള് പിന്നെ അത് ആ ഒരു വിഷയം സൈലന്റ് ആയിരുന്നു. അങ്ങനെ ഈ പുള്ളി ഇവിടെ തെങ്ങനായിൽ ഒരു രജിസ്റ്ററായിരുന്നു, ഭയങ്കര കർക്കശക്കാരനാണ്. അത് പെട്ടെന്ന് മാല പോലും ഇടാൻ സമ്മതിച്ചില്ല, ഒരുങ്ങാൻ പോലും സമ്മതിച്ചില്ല. വേഗം വരിക, ഒപ്പിടുക, പോവുക, ആ ഭാര്യ ഭർത്താവായി വിട്ടു വെക്കണം പറഞ്ഞു. ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ വെച്ചായിരുന്നു. ജസ്റ്റ് പള്ളിക്കാരൊക്കെ വന്ന് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പള്ളിയിൽ അച്ഛൻ തിരുമേനി, നമ്മുടെ ബിഷപ്പല്ല തിരുമേനി വന്ന്, പ്രീസ്റ്റ് വന്ന്, വികാരിയച്ഛൻ വന്ന് വാഴ്ത്തി, റോബിൻ അച്ഛൻ അന്നത്തെ വാഴ്ത്തി തന്ന മോതിരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഈ തരത്തില് എന്താ പറയാ, ഫസ്റ്റ് ഒരു വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുള്ള ഒരാള് പെട്ടെന്ന് ലൈഫിലേക്ക് വരുന്നു, അത് എല്ലാവരും മിറാക്കിൾ പോലെ തോന്നി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പോലെ ഒരു മിറാക്കിൾ പോലെയാണ് എനിക്ക്. എന്താ പറയാ, ഒരു കുട്ടിയുള്ള ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. അതായത് പറയുന്നുണ്ട്, വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം തീരുമാനിച്ചെടുത്ത ഒരു ജീവിതത്തിലേക്ക് കടക്കാം. എന്താണ് ചേച്ചി ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ചേച്ചി. അതുപോലെ തന്നെയാണ് സുചേട്ടൻ നോക്കിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ നമ്മളോടൊപ്പം ചെലവഴിക്കാൻ ഇപ്പൊ സമയം കണ്ടെത്തിയതിനാണ്. ഇങ്ങനെ ഇൻ്റർവ്യൂ ഇതങ്ങനെ തീരുകയാണ്. അപ്പോൾ സംഗതി, ഇതിനു മുമ്പ് ആ പള്ളിയിലച്ഛനായിട്ടുള്ള ഒരു രേണും ആങ്കറും പള്ളിയിലച്ഛൻ്റെ കൂടെ നിന്നിട്ട് സംസാരിക്കുന്ന നിങ്ങളെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആ രേണുസുധിക്ക് വീട് കൊടുത്തുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിവാദമല്ല ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് ഏതൊരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു ആങ്കർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ആൾ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണോ, കൂടുതൽ സ്വത്തുക്കൾ ഭൂമി വിറ്റുപോകാൻ വേണ്ടിയിട്ട് രേണുസുധിക്ക് ഇത് കൊടുത്തതാണോ എന്നൊക്കെ. അപ്പോൾ രേണുസുധിക്കല്ല, അവ പള്ളിയിലച്ഛൻ അത് ഒരുപാട് വിഷമായിരുന്നു അവസാനം. അപ്പോൾ അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധിക്കല്ല വീട് കൊടുത്തുള്ളത്, രേണുസുധിയുടെ മക്കളുടെ പേരിലാണ് അതുള്ളത്. അപ്പോൾ രേണുസുധിയിൽ പറയുന്ന മക്കൾ എന്നോട് എന്താ അവിടുന്ന് പോവാൻ പറയുന്നവരെ ഞാൻ അവിടെ ഉണ്ടായിരിക്കും, അത് മക്കളുടെ വീടാണ്, അങ്ങനെ ഒരു സംഗതി പറയണത്. അപ്പോൾ അത് എനിക്ക് വളരെ പക്വതയുള്ള, ചെറിയ പ്രായത്തിൽ നല്ല, എന്നാൽ ഈ ഒരു പ്രായത്തിൽ ഇത്രയും പക്വതയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന രേണുസുധീനെ പലരും ട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പല രീതിയിൽ കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ
സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിംഗിൾ പാരൻ്റാണ് അല്ലേ, 2 മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അവനവന് ഇഷ്ടമുള്ള മേഖലകളിൽ വർക്ക് ചെയ്ത്, അതും വളരെ ചുരുക്കം കാശ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ആൽബങ്ങളിലായിക്കോട്ടെ ഒക്കെ. അപ്പോൾ അങ്ങനെ പോകുന്ന രേണുസുധിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ രേണുസുധിയുടെ അച്ചീവ്മെൻറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ രേണുസുധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും രേണുസുധി ഇതിൻ്റെ താഴെ വന്നുള്ള കമൻറ്റുകൾ, രേണുസുധി ഒരു മോട്ടിവേഷനാണ്, വളരെ ജെന്യുവനായ ഒരു പേഴ്സണാണ്, ഹൃദയത്തിൽ നിന്ന് ശക്തമായ വാക്കുകൾ വരുന്നു, ജീവിക്കാൻ ഒരു പ്രേരണ നൽകുന്നു എന്നൊക്കെ പറയുന്നത്. തീർച്ചയായും എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത്. രേണുസുധി എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്. താങ്ക് യു.